എല്ലാ കൂട്ടുകാർക്കും മനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങയില കൊണ്ട് നല്ല ഒന്നാന്തരം ഹെൽത്തി സൂപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. എങ്ങനെയാണത് തയ്യാറാക്കിയെടുക്കണം നമുക്ക് നോക്കാം. അതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. മുരിങ്ങയില സൂപ്പ് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിനകത്തോട്ട് 8-9 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നെയ്യിൽ കറന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ ചെറിയ തീയിൽ നല്ല രീതിയിൽ നൽകി കൊടുക്കാവേ. ചെറുതായിട്ടൊക്കെ നിറമൊക്കെ ഒന്ന് മാറിയെന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് 1 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതോടൊപ്പം തന്നെ ഈ സൂപ്പിന് ആവശ്യമായ അളവിൽ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് സഹായിക്കും. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല. ചെറുതീയിലിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ട് പല ടൈപ്പിൽ നമുക്ക് ഈ ഒരു സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. പരിപ്പ് ചേർത്ത് തയ്യാറാക്കുന്നവരുണ്ട്, അതുപോലെ കോൺഫ്ലവർ ചേർത്ത് തയ്യാറാക്കുന്നുണ്ട്. തക്കാളി യൂസ് ചെയ്യാതെ കഞ്ഞിവെള്ളത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് മുരിങ്ങയിലയും ചേർത്ത് വേവിച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തയ്യാറാക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സൂപ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു പുളിപ്പൊക്കെ ഈ സൂപ്പിനകത്തോട്ട് ഇറങ്ങും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ചെറുതീയിലിട്ടിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ. ആഴ്ചയിൽ 2 തവണയെങ്കിലും നല്ല ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടാൻ പരിപ്പ് ചേർത്ത് കറി വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം. ഇലക്കറിയിൽ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. എല്ലിൻ്റെയൊക്കെ ഒരു ആരോഗ്യത്തിനും പിന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കളയാനും, ചീത്ത കൊളസ്ട്രോൾ ഇല്ലാണ്ടായാൽ നമ്മുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിലായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കും. ഇനി ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഈ ഒരു ചൂടോട് ചേർക്കുമ്പോൾ തന്നെ ഇലയൊക്കെ വാടി കിട്ടും. ഇല വാടാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കാവേ. നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇലക്കറിയിൽ ഏറ്റവും കേമനാണ് മുരിങ്ങ. അപ്പോൾ മുരിങ്ങയില കിട്ടുമ്പോൾ കറിയായിട്ടോ ഉപ്പേരിയായിട്ടോ അതുപോലെ സൂപ്പായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൽ മൂടി ഉപയോഗിച്ച് അടച്ചിട്ട് ഒരു 3 വിസലിന് നമുക്കിത് വാങ്ങാവേ. അപ്പോൾ എന്തായാലും മടച്ച് വെച്ചിട്ട് ഒരു 3 വിസലിന് വാങ്ങട്ടെ. അതിനുശേഷം ബാക്കി. അപ്പോൾ ഇതാ നോക്കൂ, ഞാനൊരു 3 വിസലിനാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതേ നമ്മുടെ മുരിങ്ങയില സൂപ്പൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പും എരിവൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എരിവ് കുറവായി തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർക്കാവേ. അപ്പോൾ ഇലക്കറി ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇലക്കറി ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇതാദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ആ ഇലേനെ മിക്സിയിലിട്ട് ഒരു കറക്കം കൂടെ കറക്കിയിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു സൂപ്പിനകത്തോട്ട് ചേർത്ത് ഒന്നുകൂടെ ചൂടാക്കി കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. സുഖമായിട്ട് അവർ കഴിച്ചോളും. ഇലക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ രീതിയിൽ കഴിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇനി ഇലക്കറികളൊക്കെ കിട്ടുമ്പോൾ കളയാതെ ഇതുപോലെ സൂപ്പായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യാം. വെറും വയറ്റിൽ രാവിലെ കഴിച്ചാൽ നല്ലതാണ്. അതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ബദാം ഓയിലും കാസ്റ്റർ ഓയിലൊക്കെ ചേർത്തിട്ട് മുരിങ്ങയിലയുടെ ഉണക്കി പൊടിച്ച പൊടി 1 ടീസ്പൂൺ ചേർത്ത് വെച്ചിട്ട് പിറ്റേന്ന് തലയിൽ നമുക്ക് തേക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കാം. കട്ടിയായിട്ട് മുടി വളരാനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മുരിങ്ങ. അപ്പോൾ ഓരോ സ്ഥലത്തും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. എനിക്ക് കോൺഫ്ലവർ ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു രീതിയാണ് കാണിച്ചു തന്നത്.
നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.